എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ്? ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചോ? എനിക്ക് നോർമൽ എപ്പിസോഡായിട്ടാണ് തോന്നിയത്. ഇന്നലത്തെ പോലെ സാറ്റിസ്ഫൈഡ് ഒന്നും ആയില്ല, ഒരു നോർമൽ എപ്പിസോഡായിട്ടാണ് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചോ? അതുപോലെ തന്നെ ആര്യൻ അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ച കാര്യം ഒന്നും ചോദിച്ചില്ല. അതെന്തൊന്നാണത്? അതൊക്കെ ചെറിയൊരു കാര്യമൊക്കെയാണ് എടുക്കുന്നത്. അച്ഛനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, അതൊക്കെ ചെറിയ കാര്യമായിട്ട് എടുത്തു. ഇങ്ങനെ പോയാല് എന്താണ്, അനുമോൾക്ക് സപ്പോർട്ട് കൂടും. അനുമോള് സപ്പോർട്ട് ഇപ്പൊ അനുമോൾക്കും എന്താണ് മാത്രമാണ് ഇപ്പോ അനുമോൾക്കെതിരെയാണ് ഇന്നലെ ലാലേട്ടൻ സംസാരിച്ചത്. ഇന്നിപ്പോ ആർക്കെതിരെ സംസാരിച്ചത്? മസ്താനിക്ക് കൊടുത്തതൊക്കെ എന്തോന്നാണത്? 2 ആഴ്ച നോമിനേഷൻ. അതൊന്നും ആ പെണ്ണിന്റെ ഒരു പ്രശ്നമല്ല. കാരണം അടുത്ത ആഴ്ച പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് മസ്താനി. അതുപോലെ ബാഗ് കൊടുത്തിട്ടോ. ഓൺലൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിഷ്മെന്റ് അതാണ്. ബാഗിന് കൊടുക്കത്തില്ല, ബിഗ് ബോസിന് എപ്പോൾ തോന്നുന്നു അപ്പൊ കൊടുക്കും എന്നുള്ള രീതിയിൽ. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളുടെ ശൈത്യ എവിക്റ്റ് ആയി. നമുക്ക് നോക്കാം. നമ്മൾ യൂട്യൂബിൽ പോൾ അനുസരിച്ച് പോലൊന്നും അല്ല. നമ്മളൊക്കെ വിചാരിച്ചത് ആര്യനൊക്കെ ആയിരിക്കും, പക്ഷെ ആര്യനൊന്നും അല്ല. അപ്പാനിയും ശൈത്യയും എവിക്റ്റായി. നമുക്കിനി റിവ്യൂലോട്ട് പോകാം. എനിക്ക് നോർമൽ എപ്പിസോഡായിട്ടാണ് തോന്നിയത്. നമുക്ക് റിവ്യൂലോട്ട് പോകാം. അപ്പോൾ എൻ്റെ പേര് ഷെഹിർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം, എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലാലേട്ടൻ വരെയാണ്. ലാലേട്ടൻ വന്നിട്ട് മമ്മൂക്കയുടെ ബർത്ത്ഡേ വിഷയമാണ്. ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ നേരെ ടിവിയിലേക്ക് പോകുന്നു. പിന്നെ പറയുന്നത് എന്താണ്, അനീഷിന്റെ കാര്യമാണ്. മറ്റേ അനീഷിന് എവിടെ ഇരിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. എന്നെ ഇവിടെ ഇരുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു, അനീഷ് നിങ്ങളൊന്ന് നടുക്ക് ഇരിക്കൂ. അനീഷിൽ അങ്ങനെ നടുക്കി ഇരുത്തി. സത്യം പറഞ്ഞാൽ അനീഷ് നടുക്കിയിരിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. കാരണം എവിടെ നോക്കിയാലും ഒരു വ്യൂ നമുക്ക് അനീഷിനെ കാണണം. അപ്പൊ അനീഷിന്റെ റിയാക്ഷനൊക്കെ കാണാനൊക്കെ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അനീഷിനെ നടുക്കൊണ്ട് ഇരുത്തി. പിന്നെ GCLനെ അനീഷിന്റെ മറ്റേ പാട്ട് കണ്ണ തുമ്പി പോരാമോ, ആ പാട്ട് പാടിപ്പിച്ചു. GCLനെ കൊണ്ട് പാടിപ്പിച്ചു, അനീഷിനെ കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ വൈൽഡ് ആർട്സിന്റെ പണിയെ പറ്റിയാണ് പറയുന്നത്. അക്ബറിന് എന്താണ്, ലക്ഷ്മി പറയാണ് അക്ബർ അടുത്തൊക്കെ വന്നാല് നമ്മള് പോയിരുന്ന് സംസാരിക്കുന്നു. അവർ കഴിക്കുന്ന വായിന്ന് തന്നെ അവര് പറയുന്ന വാക്കുകൾ ഭയങ്കര മോശമാണ്. അപ്പോ എനിക്ക് തന്നെ ഒരു അറുപ്പാണ്. ലക്ഷ്മി തന്നെ പറയാണ് അക്ബറിനോട് സംസാരിക്കാൻ തന്നെ ഒരു അറുപ്പാണ്, അല്ലെങ്കിൽ അക്ബറിനോട് പോയിരിക്കാൻ തന്നെ ഒരു അറുപ്പാണെന്ന് ലക്ഷ്മി തന്നെ പറയാണ് ഈ കേസും പറഞ്ഞിട്ട്. അപ്പോൾ അക്ബറിന് കൊടുത്ത പണി ഒരു ഇതായിട്ട് തോന്നി, നമുക്ക് ഒരു സഹതാപം തോന്നിയില്ല. എന്താണ്, മറ്റേ ഈ പണി കൊടുത്തല്ലോ, എന്താണ് ഒരിക്കലും ക്യാപ്റ്റൻ ആവാത്ത ഒരു പണി കൊടുത്തല്ലോ, ആ പണിയുടെ കേസും പറഞ്ഞിട്ടാണ് അക്ബറിനോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയണ എനിക്ക് അക്ബറിന്റെ അടുത്ത് ഇരിക്കാൻ തന്നെ അറുപ്പാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത്ര അറുപ്പായിട്ട് എന്താണ് പറയേണ്ട കാര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണ്, ഒന്നാമത്തത് അവിടെ എല്ലാവർക്കും എന്താണ് നല്ലൊരു, ഇപ്പൊ അക്ബറിനാണെങ്കിലും പുള്ളിക്കാരൻ സംസാരിക്കുന്ന സംസാരം എന്ന് വെച്ചാൽ അത്രയും മോശമൊന്നുമല്ല, കുറച്ച് തെറി പറയുന്നുണ്ട്. ഓക്കെ, തെറ്റാണത്, സമ്മതിക്കുന്നു. പക്ഷെ അറുപ്പാണ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും അറുപ്പ്, നമുക്കൊരു ഒരാളുടെ ഒരു അറുപ്പ് വരണമെങ്കിൽ അവർ സംസാരിക്കുന്ന സംസാരം മാത്രമല്ല, അവരുടെ ലുക്ക്, അവരിട്ടേക്കുന്ന വസ്ത്രം, ചിലപ്പോൾ ഒരു അഴുക്ക് പിടിച്ച വസ്ത്രമായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴേ അറപ്പ്. അപ്പൊ അങ്ങനെ ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഇതായിട്ട് വന്നു, നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഋഷിന്റെ പണിപ്പുര പറ്റിയാണ് സംസാരം. ഇത് വീട്ടുകാരുടെ മുന്നിൽ കീറി കൊടുത്തു. സത്യം, ജിഷിന്റെ ടീഷർട്ട് ലവിങ് യുവർ മോഹൻലാൽ അങ്ങനെയാണ് എഴുതിയത്. ലവിംഗ്ലി ഫ്രം മോഹൻലാൽ അങ്ങനെ എന്തോണ് എഴുതിയ ടീഷർട്ട് കൊടുത്തു. എന്തിനാണ്? ബിഗ് ബോസിന് അറിയാം ജിഷിന്റെ ഭാഗത്താണ് ശരിയെന്ന്. പക്ഷെ വീട്ടുകാരെല്ലാരും ചേർന്ന് ജിഷിൻ വീട്ടിൽ നിന്ന് എന്താണ് പണിപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. അപ്പൊ എന്താണ് അക്ബറിന്റെ കൈയാൽ തന്നെ ഈ ടീഷർട്ട് ജിഷിന് കൊടുത്തു. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആയല്ലോ. എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ജിഷിൻ പുറത്തിറങ്ങിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ്, വീഡിയോയും കാണിച്ചു,
വീഡിയോ സഹിതം കാണിച്ചു, എന്നിട്ട് പറയുന്നത് പുറത്തിറങ്ങിയില്ല, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ബിഗ് ബോസ് എന്ത് ചെയ്തു, ഒരു ഡ്രസ്സിൽ എന്താ മോഹൻലാലിന്റെ നിങ്ങളെ സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു ഷർട്ടിൽ എഴുതിയിട്ട് ഇത് കൊടുത്തു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. ജിഷിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. പിന്നെ എന്താണ്, മസ്താനിയുടെ ഭാഷയെ പറ്റിയാണ് ഇന്ന് പിന്നെ ചർച്ച. ഇന്ന് 14 എപ്പിസോഡും മസ്താനിയുടെ ഭാഷയായിരുന്നു. എന്താണ് അനീഷല്ല നമ്മുടെ അനീഷല്ല വേറെ ആരോ പറഞ്ഞു, അച്ഛനെയും ശൈത്യാണ് പറഞ്ഞത്, അച്ഛനെയും അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ട് പുറത്തെ കാര്യം. പിന്നെ രനയെ പറ്റിയിട്ട്, രനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പുറത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ കുറച്ച് പീനട്ട് ഡബിൾ ഡാഡി ഡിസോർഡർ എന്ന് വെച്ചാൽ 2 തന്തയ്ക്ക് പിറന്നവനാണെന്നുള്ളൊരു സംഭവം ഇല്ലേ, അത് അവര് വേറെ രീതിയിൽ പറയുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് ലാലേട്ടൻ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് മസ്താനി, നമ്മള് പൊട്ടന്മാരൊന്നും അല്ല, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കാരണം മസ്താനി അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പീനട്ട്, ഡബിൾ ഡാഡി ഡിസോർഡർ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യരുത് പറയുമ്പോഴാണ് ഇതിന്റെ പേരിലാണ് മസ്താനിക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നത്. ശിക്ഷ എനിക്ക് കണ്ടിട്ട് ഒന്നും എനിക്ക് വലിയ അതൊന്നുമില്ല. കാരണം അടുത്ത ആഴ്ച പെണ്ണ് ഔട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നുള്ളത് അത് വലിയൊരു ശിക്ഷയാണെന്ന്. പിന്നെ ബ്രേക്കിൽ പോയി വന്നപ്പോഴാണ് തുണിയുടെ കേസ് പറഞ്ഞത്. തുണിയുടെ കേസ് പറഞ്ഞിട്ട് എന്തിനാണ് ആര്യൻ ആ ഒരു തുണി വലിച്ചെറിഞ്ഞത്. അപ്പോൾ ലക്ഷ്മി കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര്യനാണ് വളവള അടിക്കുന്നത്. ലക്ഷ്മി പറയുന്നുണ്ട് അവിടെ ഡ്രസ്സ് ഉണ്ടായിരുന്നപ്പോൾ എന്താണ്, ഞാൻ 5 മിനിറ്റ് ചോദിച്ചു, ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു, എന്ന് വെച്ചാൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ ക്യാപ്റ്റനോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രോഗ്രസും കണ്ടില്ല, 10 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു, അതിനുശേഷമാണ് ഞാൻ എടുത്തത്. അതൊരു മാന്യമായിട്ടുള്ളൊരു ടോക്കാണ്. കാരണം ലക്ഷ്മി അത് കാണിച്ചപ്പോഴും ഞാൻ ലക്ഷ്മി ഇത്രയും കാണിച്ചില്ലേ, അപ്പോൾ സാരില്ല തുണി അവിടെ ഇട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഒരാളോട് പറഞ്ഞു, ക്യാപ്റ്റനോട് പറഞ്ഞു അത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തു ലക്ഷ്മി. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇനി ഒരു ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് എടുത്തോണ്ട് പോവാ. പിന്നെ ജിഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ജിഷിൻ പറയും, ഞാൻ ആരോടും പറഞ്ഞില്ല, 2-3 പേരോട് പറഞ്ഞുള്ളൂ, ജിഷിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെയാണ് ഇതായത്. അപ്പോൾ ആര്യൻ വലിച്ചെറിഞ്ഞ തുണി ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ എടുത്തു കൊടുക്കണം, നിങ്ങൾ തന്നെ എടുത്തു കൊടുക്കണം എന്ന് പറയാണ്. അപ്പൊ ആര്യൻ ഓക്കെ എന്നും പറയുന്നുണ്ട്. പിന്നെ മസ്താനിയുടെ വെസൽ ഇഷ്യൂ ആണ് വരുന്നത്. വെസൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, മസ്താനി അന്ന് ഉറങ്ങിയല്ലോ, പാത്രം കഴുകാതെ ഉറങ്ങിയല്ലോ. അപ്പൊ അക്ബർ പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഇവിടെ ആരും കിടന്നുറങ്ങത്തില്ല, കാരണം ആ ഒരു കേസാണ്. രാത്രി അന്ന് വെസൽ വന്ന് പിറ്റേ ദിവസം ഓണമാണ്, നമുക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പൊ ഓണത്തിന് തലേന്ന് ഈ ഒരു സംഭവം വെസൽ ക്ലീൻ ആക്കിയില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ആദിലയും അക്ബറും ഷാദിൽ അക്ബറൊന്നും സോറി പറയാണ്, എന്താണ്, ഇനി നിങ്ങൾ ചെയ്യണത് നിങ്ങൾ വെസൽ കഴുകണം. അപ്പൊ ആരുടെ പാത്രമാണ് വെസൽ ടീമുള്ളവർ കഴുകണം എന്ന് ലാലേട്ടൻ പറയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവരവർ കഴിക്കുന്ന ഭക്ഷണം അവരവർ പാത്രം തന്നെ കഴുകുക. വെസൽ എന്ന് പറഞ്ഞാല് ആ ഭക്ഷണം ഉണ്ടാക്കിയ വെസൽ, ആ പാത്രം മാത്രം കഴുകുക എന്നുള്ള ഡ്യൂട്ടി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ ലാലേട്ടൻ തന്നെ പറയാണ്, അതിപ്പോ ആര് കഴിച്ചാലും നിങ്ങൾ കഴിക്കൂ എന്നുള്ളത് പറയാണ്. പിന്നെ നമ്മുടെ രനേനെയും ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ബോർഡിൽ 4 ഇതുണ്ടായിരുന്നു, 4 സ്റ്റിക്കറിൽ ഇപ്പൊ ഒരാളുടെ ഫോട്ടോ സ്റ്റിക്കർ വെച്ച് മറച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റിക്കറിൽ ഇളക്കാൻ പറയുന്നു. അതിൽ രന, ആദില, അക്ബർ, ഷാനവാസ് സേവ് ആകുന്നു. പിന്നെ ബാക്കി വരുന്നത് ആര്യൻ, ജിസൈല്, ഷൈത്യ, അനുമോൾ. ഇതിൽ ആര്യനെയും ജിസൈലിനെയും കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നു. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനിതിൽ മനസ്സിലാക്കിയത് ഇപ്പൊ ആരും ഇതിൽ തെറ്റ്, ഇപ്പൊ ആരും വിചാരിക്കും ഞാൻ ഔട്ടാണ്, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ജിസൈലിനോട് ഏറ്റു പറഞ്ഞ് പോകാം എന്നുള്ള രീതി. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. പക്ഷെ അതൊന്നും കൊടുത്തില്ല, അവരൊന്നും പറഞ്ഞില്ല. നമ്മൾ പോയാൽ നിങ്ങൾ നന്നായിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷെ ശൈത്യം അനുമോളാണ് ഒന്ന് കൺഫെഷൻ റൂമിൽ ഒരു കണ്ടന്റ് ആയിട്ട് കൊടുത്തത്. പറഞ്ഞു, നീ നല്ല ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. അപ്പൊ അനുമോൾ പറയാണ്, നീ തെറ്റിദ്ധരിക്കുകയാണ് ശൈത്യ, നീ മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കണം, നീ തെറ്റിദ്ധരിക്കുകയാണ്, എന്റെ ഭാഗത്ത് ശരിയാണ്. അപ്പൊ ഈ കാര്യം പറഞ്ഞിട്ട് ശൈത്യം അനുമോൾ അവിടെ നിൽക്കുന്നത് കരയുന്നുണ്ട്. നേരെ അവർ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ ലാലേട്ടൻ പറയണ, ഇവിടെ നിന്ന് എവിക്റ്റ് ആയി പോയത് ശൈത്യാണ് എന്ന് പറഞ്ഞിട്ട് ശൈത്യം കാണിക്കുന്നു. അനുമോള് ഷോക്കാവുന്നുണ്ട്, ഓ ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് ശൈത്യ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ശൈത്യ എവിക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവര് ശൈത്യ എല്ലാവരും ചേർന്നിട്ട് പറഞ്ഞയച്ച ശേഷം ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് സ്ഥിരം ഇത്. പക്ഷേ ഇന്നൊരു കാര്യം കാണിച്ചില്ല. ശൈത്യ
പോയി. ശൈത്യ പോയതിനു ശേഷം സ്ക്രീനിൽ പോയത്. ശൈത്യയെ കൊണ്ടുവന്ന് വീട്ടുകാർ അവസാനമായിട്ട് സ്ക്രീനിൽ കാണിക്കുമല്ലോ, അതൊന്നും കാണിച്ചില്ല. അപ്പൊ ഞാൻ അയ്യോ അതെന്തുകൊണ്ട് കാണിച്ചില്ല, എല്ലാവരുടെ അടുത്തും കാണിച്ചല്ലോ, എന്തുകൊണ്ട് അപ്പൊ അപ്പൊ ഇത് എനിക്ക് ഇതായിട്ട് തോന്നുന്നു. അവർ മറന്നു പോയതാണെന്ന് വെച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടെ, പെട്ടെന്ന് പറഞ്ഞു വിട്ടു പോലെയായി. അങ്ങനെ ശൈത്യ എവിക്റ്റായി. അപ്പോ എന്താണ് ബിഗ് ബോസ് ലാലേട്ടനാണെങ്കിൽ പറയാണ്, നിങ്ങളോട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. അടുത്ത ആഴ്ച ഒരു സർക്കസ് ഫാക്ടറി ടാസ്ക് വരെയാണ്. ഒരു അടിപൊളി ടാസ്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനൊരു ഇത് കേട്ടു, തമിഴിൽ ഇതുപോലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ടാസ്ക് ഉണ്ടായിരുന്നു, മാനേജർ വർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാസ്ക് ഉണ്ട്. എനിക്ക് അറിയത്തില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ നോക്കിയതാണ് പെട്ടെന്ന് നമ്മളത്തേക്കും. അപ്പൊ എന്താണെന്ന് അറിയില്ല, ഒരു ഫാക്ടറി അതായിരിക്കോ, നമുക്ക് നോക്കാം. അതാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുന്നു. നമുക്ക് നോക്കാം. എനിക്ക് നോർമൽ എപ്പിസോഡായിട്ട് കണ്ടത്. നമ്മൾ ഇന്ന് സംസാരിച്ച് നമുക്ക് ഒന്നുമില്ല, കുറേയൊക്കെ അവര് കണ്ടന്റ് വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നിയത്. മസ്താനിയുടെ കേസാണ് ഇന്ന് പകുതി മുക്കാലും കൊണ്ടുപോയത്. അപ്പൊ എപ്പിസോഡ് നോർമൽ എപ്പിസോഡായിരുന്നു. പറയാനുള്ള ഒന്നും പറഞ്ഞില്ല. ആര്യന്റെ അമ്മയ്ക്ക് ഒന്നും അല്ല. ലാലേട്ടൻ തന്നെ പറയണേ, ഈ അമ്മയ്ക്ക് അച്ഛനൊക്കെ വിളിക്കാൻ മോശമല്ലേ, ഇനി വിളിച്ച് നമ്മൾ നടപടി എടുക്കും എന്ന് പറയുന്നുള്ളൂ. ആര്യൻ ഒരാളുടെ അമ്മയ്ക്ക് വിളിച്ചിട്ടും പോലും അവിടെ ഒരു ഇതായിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി എന്താണ് അവിടെ നിന്നും അറിയില്ല. നമുക്ക് നോക്കാം അടുത്ത ആഴ്ചത്തെ വീക്കെൻഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നാളെ നോമിനേഷനൊക്കെയാണ്. നാളത്തെ ലൈവ് വരാൻ പറ്റുമെന്ന് വെച്ചാൽ നാളെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ നാളത്തെ റിവ്യൂ എപ്പിസോഡൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെയ്ക്കും ബൈ.